ഇന്നത്തെ നോമ്പിനെ തുറക്കാനായിട്ടുള്ളത് പത്തിരിയും ചിക്കൻ കറിയാണ്. അതിനായിട്ട് വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ നമ്മൾ തളിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഉമ്മ എല്ലാവരും പത്തിരി ഉണ്ടാക്കണ ഒരു തിരക്കിൽ തന്നെയാണ്. വെല്ലുള്ളിയും അരിഞ്ഞെടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. തേങ്ങാത്ത ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പത്തിരിക്ക് അതാണല്ലോ ടേസ്റ്റ്. എന്താണെന്നറിയില്ല, നമ്മളെ നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് പത്തിരി ചിക്കൻ കറി ബീഫ് കറി എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണല്ലേ പത്തിരിക്കുള്ളത്. പത്തിരി ഭയങ്കര ടേസ്റ്റാണ്. അല്ലാത്ത സമയത്തൊന്നും ഞങ്ങൾ പത്തിരി ഉണ്ടാക്കലില്ല. അപ്പം നോമ്പ് തുറന്ന് കഴിഞ്ഞേക്ക് നമ്മൾ പത്തിരി തിന്നുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ്. കുക്കറിൽ വെച്ചിട്ടാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണം. ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ച ശേഷം ഞാൻ നല്ലോണം കൈ കൊണ്ടെല്ലാം തിരുമ്പി കൊടുക്കുമ്പോൾ അത് എന്നാലും നല്ലോണം ഉടഞ്ഞ് കിട്ടും. എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും. എനിക്ക് ഭയങ്കര കുറേ സമയം എടുക്കുമല്ലോ ഉള്ളി വാട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കണം എന്നൊരു തോന്നുമ്പോൾ തന്നെ ആ ഉള്ളി വാട്ടുന്ന ഒരു ഇത് ആലോചിച്ചുമ്പോൾ തന്നെ ഭയങ്കര ഒരു മടിയാണ്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ചെയ്യല്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടും. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്. അതിക്ക് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ ഇവിടെ പത്തിരി ഉണ്ടാക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ തയ്യാറാക്കണ്ടേ ഉമ്മയായിട്ട് ഉണ്ടാക്കണത്. നല്ലോണം ചുടുവെള്ളത്തൊക്കെ പൊടിയിട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്, മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നമുക്ക് എന്തായി നോക്കണം. അതിന് നല്ലോണം വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരിക്ക് വേണ്ടിയിട്ടില്ല മാവ് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കുഴക്കും. ഉമ്മമാർക്കൊക്കെ നല്ലോണം കുഴക്കണം, എന്നാലുള്ളത് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പെട്ടെന്നുള്ള പരിപാടി ആക്കിയാണ്ട് പിന്നെ അത് ടേസ്റ്റൊക്കെ കമ്മിക്കാരം ഓലായതുകൊണ്ട് തന്നെ പണ്ടത്തെ ഒരു ഇതും നല്ല ടേസ്റ്റും ചിക്കൻ കറി ആയാലും എന്ത് ഉണ്ടാക്കണമെങ്കിലും അവർക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കിട്ടില്ല. പണ്ട് കാലം മുതലേ കുട്ടികൾക്ക് ലോലിയാണ് ഈ പ്രഷറിനൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് മാവ് പത്തിരി നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായിക്കാണ് കേട്ടോ. സ്കൂളിൽ തന്നാൽ തന്നെ ചോദിക്കും ഇന്നെന്താ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ആ പത്തിരി എല്ലാം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ പ്രസ് ചെയ്യുക, ഞങ്ങൾ പൊടി ഇതാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓല് പിന്നാലെ എടുക്കട്ടോ. പത്തിരി എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓല് പിന്നെ ഈ അടുക്കളയിൽ തന്നെ കാണുമല്ലോ കേട്ടോ. നല്ലോണം കുഴക്കന്നെ ആയിട്ട് നല്ലോണം കൗണ്ടർ ടോപ്പ് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് തന്നെ കേട്ടോ ഇത് ചെയ്യുന്നത്. നല്ലോണം ക്ലീനാക്കി നല്ല വൃത്തിയുള്ള കഷ്ണം കൊണ്ടൊക്കെ തുടച്ചിട്ട് തന്നെയാണ് നമ്മൾ മാവ് കുഴക്കണം കേട്ടോ. വെല്ലുള്ളി വാടാനായിട്ട് ഞാനേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വൈറ്റ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ തന്നെ അതിന് പ്രത്യേക കളറും സ്മെല്ലും നല്ലോണം വാടി കിട്ടാൻ തന്നെ പെട്ടെന്നാണ് കേട്ടത്. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ തന്നെ എണ്ണയ്ക്കാണ് കേട്ടോ. അതിന് പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. എണ്ണയ്ക്ക് ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിക്കണം. അത് നല്ലോണം ഇതിൽ മിക്സാക്കണം കേട്ടോ. ലാസ്റ്റാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കൽ. തക്കാളി ഇതിൻ്റെ മുന്നേ ഇട്ടാൽ ആ വെള്ളത്തിൽ എടുക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാടി കിട്ടൂല. അതുപോലെ മസാലകളൊക്കെ ഇട്ടിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ചെറിയ ചൂടിലാക്കിയിട്ട് നല്ല ഇളക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അതുപോലെ തന്നെ നല്ല ഉടഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിന് മസാലയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ സെറ്റായെന്ന് കാണുമ്പോഴുള്ളൂ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പത്തിരിക്ക് ആയതുകൊണ്ട് ഞാൻ നോർമൽ ഉപ്പൊക്കെ ഇട്ടത് അത് നല്ല അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ഒരു വിസിലുകൊണ്ട് തന്നെ ചിക്കൻ വെന്തിട്ടോ. കുക്കറിലായതുകൊണ്ട് കറി റെഡിയാണ്. ഞാൻ തേങ്ങ അരക്കണം. പത്തിരിക്ക് തേങ്ങ അരക്കൽ ഞങ്ങളുടെ വീട്ടിൽ മസ്റ്റ് കേട്ടോ. ഇതിനിടയിൽ നമുക്ക് പത്തിരി എന്തായെന്ന് നോക്കട്ടോ. പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു കുഞ്ഞു പത്തിരികൾ കാണുന്നത് കുട്ടികളുണ്ടാക്കിയതാണ് കേട്ടോ. ഓല പരത്തുമ്പോൾ തന്നെ ഒരു കൂടും എന്നിട്ട് അത് ഒരു ചെറുതാക്കി ഉണ്ടാക്കിയിട്ട് ഓല തന്നെ കഴിക്കും.